ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കൂടുതൽ നല്ല വീഡിയോസായിട്ട് ഞാൻ ഇൻഷാ അള്ളാ ഇനിയും വരുന്നതാണ്. അപ്പോൾ മോർണിംഗ് ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിടക്കലുണ്ട്. ദെൻ ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. എന്നിട്ട് ബ്രഷ് ചെയ്യാണ്. ദെൻ നമ്മൾ ചായ കുടിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്കുണ്ടായിരുന്ന ദോശ ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആരുമില്ല, ഉപ്പയും ഉമ്മയും അവരൊക്കെ പുറത്തേക്ക് പോയതാണ്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഓഫീസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചത്തേക്ക് ഇവരിവിടെ നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചത്തേക്ക് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. സോ ഞാൻ വിചാരിച്ച് ചിക്കൻ കറിയും ദോശയും കൂടെ കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ദോശ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല ചൂടുള്ള ചിക്കൻ കറിയും കൂടി ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ കേട്ടോ കഴിച്ചത്. ഞാൻ ചട്നി കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ കറിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പീസ് തിരഞ്ഞെടുക്കുമല്ലോ, ആ സംഭവം ആട്ടപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് മോർണിംഗ് ടൈമിൽ സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് ചിക്കന് മസാല ഐറ്റംസിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാനങ്ങനെ കഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് ഞാൻ ചൂടുള്ള ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ പിന്നെ മസ്റ്റാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. പിന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാൽ ചായ കുടിക്കുന്ന ഒരു ശീലമില്ല കേട്ടോ. എന്തേലും എപ്പോഴെങ്കിലും കുടിച്ചാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ദെൻ അയൺ ചെയ്യാനുണ്ട്. ഓഫീസ് ഉണ്ടായതുകൊണ്ട് തന്നെ അയൺ ചെയ്യണം, അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ അയൺ ചെയ്ത് വെക്കായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര മടിച്ചായിട്ടുണ്ട്. ആ നേരത്തെ മാത്രം ഞാൻ അയൺ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? എവിടെയും പോകുമ്പോൾ നേരത്തെ തന്നെ അയൺ ചെയ്ത് വെക്കുമോ അതോ അപ്പോൾ പിടിച്ചാണോ? റൂമിൽ വന്നപ്പോൾ എൻ്റെ ടേബിൾ ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ടിട്ടോ. വേഗം ക്ലീൻ ആക്കുകയാണ്. നിങ്ങളുടെ ടേബിളൊക്കെ എങ്ങനെ? എപ്പോഴും നീറ്റാണ്, ക്ലിയർ ആണോ? എൻ്റേത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു ദിവസം നന്നായിട്ട് നന്നാക്കി വെക്കും, പിറ്റേ ദിവസം അതേപോലെ കേടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോവാണ്, നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ദെൻ ഞാൻ കീ വെച്ചിട്ട് പൂട്ടി പോവണം. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാം കേട്ടോ. ഓഫീസിൽ നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ഞാൻ എടുക്കലുള്ളൂ കേട്ടോ. അങ്ങനെ ഉച്ച നേരമായി. ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വരുമ്പോൾ എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും പോക്കാം, അങ്ങനെയാട്ടോ. അടുത്തായതുകൊണ്ട് സുഖമാണ് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചായിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്, ഉപ്പ ഉമ്മ താത്ത എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് നെയ്ച്ചോറായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു സൈഡായിട്ട്. സാലഡ് ഇല്ലായിരുന്നു കേട്ടോ. സാലഡ് എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്, ബട്ട് ഇല്ലായിരുന്നു. ചമ്മന്തിയിൽ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തൈര് ഒഴിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സുർക്ക വെച്ചിട്ട് നമ്മൾ ഉള്ളി ഉണ്ടാക്കില്ല, അതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് തൈര് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ. അങ്ങനെ നല്ല ചൂട് നെയ്ച്ചോറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ നിസ്കരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വന്നുകൊണ്ട് വേഗം നിസ്കാരം കഴിച്ചിട്ടാണ് ഫുഡ് കഴിക്കൽ, എന്നിട്ടാണ് ഞാൻ പോക്കിട്ട. പക്ഷെ ഇന്ന് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഞാനും ഇരുന്ന് അങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഓഫീസിലപ്പോൾ ഓരോന്ന് ഞാൻ ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് ഞാൻ. അങ്ങനെ പിന്നെ ഈവനിങ്ങിൽ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ചക്ക വെച്ചിട്ടുള്ള ഈ ഒരു ഉപ്പേരി എന്നല്ലല്ലോ, കടക് വറുത്തത്. യെസ്, കടക് വറുത്തത് എന്നാണ് നമ്മൾ പറയൽ. എന്തായാലും അടിപൊളി ഇരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചക്കൻ്റെ ടേസ്റ്റാണോ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ടേസ്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടമാണോ? കമൻറ്റ് ഡൗൺ. പിന്നെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യലാണ്. ഫ്രഷ് ആയതിനു ശേഷം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണിത്. എഡിറ്റിംഗ് പറഞ്ഞാൽ ചെറിയ ടൈം പോരാ, അത് എഡിറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാനിത് ഓഫീസിലെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്നിട്ടൊന്ന് ജസ്റ്റ് നോക്കുമല്ലോ, അങ്ങനെ നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ദിവസമായി അങ്ങനെ നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് നോക്കലൊന്നുമില്ല. ബട്ട് ഇന്ന് അങ്ങനെ എന്തോ ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോൾ ഞാൻ
നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ലാപ്ടോപ്പിൽ കുറേ നേരം ഇരുന്നപ്പോഴേ എനിക്ക് കോഫി കുടിക്കാനായിട്ട് ഭയങ്കര കൊതിട്ടാണ്. കോഫി ഒരു ക്യാപ്ച്ചിനോ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അത് കുടിക്കാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചായനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കോഫി ആട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും കുടിക്കാൻ, ആ ചൂടോട് കൂടി കുടിക്കാൻ എന്തായാലും തോന്നും. അപ്പോൾ ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിലും. അങ്ങനെ ഞാനിവിടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കല ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് ഇളക്കി ബീറ്റാക്കി എന്താ പറയുക ലൈക്ക് അങ്ങനെ ചെയ്ത്. അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്യാപ്പച്ചിനോ ഓർ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ത് വിളിക്കാം, ക്യാപ്പച്ചിനോ ആയിട്ടില്ല, എന്നാലും കോഫി അയക്കണം കേട്ടോ. നല്ല ഒരു XP കോഫി ആയിട്ടുണ്ട്. എന്നാലും സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുടിക്കാനായാലും നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കോഫി നമ്മളെ ലാപ്പിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുടിക്കാമല്ലോ, സാവധാനം ആസ്വദിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമിലോട്ട് കൊണ്ടുപോവാണ്. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നും ഷൂട്ട് ചെയ്യണവർ നമ്മൾ അത്രയും അവർ സമ്മതിക്കണം കേട്ടോ. കാരണം അത്രയും നല്ല എഫേർട്ട് ഉണ്ട് ഇത് ചെയ്യാനേ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് കാണിച്ചു തരണം. അത് ഭയങ്കര ഒരു ക്യാമറ അവിടെ നിന്ന് മാറ്റി ഇവിടെ വെച്ച് ആംഗിൾ മാറ്റി കുറച്ച് ഭയങ്കര റിസ്ക് ആണ്. ഞാൻ ഇപ്പോൾ ലാപ്പിൽ എനിക്ക് കുറച്ച് ചെയ്ത് നോക്കാണ്ടിരുന്നു, അത് ചെയ്യലും കോഫി കുടിക്കലും കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കോഫി ഇവിടെ തീർന്നിട്ടുണ്ട്. അന്നേരം ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് ഞാൻ കോഫി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ പരന്ന് ആകെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. ഓഫീസിലുള്ള ദിവസം ഇതിനെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.